2024 ഈ പറഞ്ഞ മാതിരി നമ്മൾ ജഗദീശനെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ കാണുള്ളൂ. അതായത് ഇത്രയും സിനിമകൾ ചെയ്തു, എത്ര സിനിമകൾ ചെയ്തെന്ന് ലിസ്റ്റ് ഉണ്ട് ജഗദീശന്റെ? നമ്പർ ഉണ്ടോ? അല്ല, എല്ലാം ഒരു നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ 23-ലും 24-ലും നല്ല കുറേ ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അതിന് ഒന്ന് എനിക്ക് മനസ്സുകൊണ്ട് തൃപ്തി ലഭിച്ച പടങ്ങളാണ്. രണ്ട്, അതിൻ്റെ റെസ്പോൺസിലും എനിക്ക് തൃപ്തി കിട്ടും. ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ ഒരു തൃപ്തി കിട്ടും. രണ്ട്, റെസ്പോൺസ് പ്രേക്ഷകർ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷവും ലഭിച്ച വർഷങ്ങളാണ് 2023-ഉം 2024-ഉം. ഇതിൽ ഈ 2024 അല്ലാതെ കരിയർ ബെസ്റ്റ് ഇയർ എന്ന് തോന്നിയിട്ടുള്ള, അതായത് നേരത്തെ ആ ജഗദീഷ് എറ ഉണ്ടല്ലോ, ആ ടൈമിൽ തോന്നിയ ഒരു വർഷം ഏതാ? അതിൽ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, ഹിറ്റ്ലർ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തെ പ്രധാന വയൻസ് വന്ന വർഷം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴും അതിൻ്റെ ക്ലിപ്പിംഗ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ അതേപോലെ ആ സമയത്ത് എങ്ങനെയാണ് ഈ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണൻ റിയാക്ട് ചെയ്തതെന്ന് കാണിച്ചുകൊണ്ട് അത് വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സാണ്. അത് ഒറ്റ സ്ട്രെച്ചിലൊക്കെ പറയുന്നതിൻ്റെ ഒരു സന്തോഷം ഇന്ന് കാണുമ്പോഴും അയ്യോ ഔട്ട്ഡേറ്റഡ് ആയി തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ വളരെ ആദ്യകാലങ്ങളിലുള്ള ചില സിനിമകളിലെ വേഷം കണ്ടാൽ നമുക്ക് തോന്നും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കായിരുന്നു, യൂഫ് എന്നേ തോന്നും. എന്നാൽ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണനെ കണ്ട് കഴിഞ്ഞിരുന്നാൽ നമുക്കത് വലിയ കുഴപ്പമില്ല എന്ന് ഇപ്പോഴും തോന്നുന്ന ചില സംഭവം, ഇപ്പോഴും കണക്ട് ആവുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബില് സ്ത്രീധനം സിനിമയുടെ ഒരു ക്ലിപ്പാണ് റാൻഡം ആയിട്ട് കണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിനിമ ഉണ്ടല്ലോ. അപ്പൊ 93-ല് സ്ത്രീധനം, 94-ല് ഉർവശി ചേച്ചി ആയിട്ട് ഭാര്യ, ഈ രണ്ടും ഏതാണ്ട് ഒരേ പ്ലോട്ട് അല്ലേ? അതായത് ഒന്നില് അമ്മായിയമ്മ വില്ലൻ, ഒന്നില് ഭാര്യ വില്ലൻ അല്ലെ, വൈഫ് വില്ലൻ. അത് ചെയ്തതിന്റെ ഒരു ചേതോവികാരം എന്തായിരുന്നു? കാരണം ഈ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഇത് ഏതാണ്ട് സെയിം അല്ലേ? സെയിം എന്ന് ചോദിച്ചിരുന്നാലും ക്യാരക്ടർ വൈസ് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിൽ പ്രശാന്തൻ എന്ന് പറയുന്നത് സ്ത്രീധനത്തിലെ കഥാപാത്രം എന്ന് പറയുന്നത് അമ്മ പറയുന്നത് 100% അനുസരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അയാളൊരു വെറും പാവമാണ്. അയാൾ ഭാര്യയോട് അമ്മ അറിയാതെ രഹസ്യമായി ഭാര്യ വീട്ടിൽ പോകുന്ന ആളാണ്. ഭാര്യയിൽ അങ്ങനെയല്ല, വളരെ അയാളുടെ സ്റ്റാൻഡ് ഭാര്യയുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ആളാണ്. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഭാര്യ പിണങ്ങിപ്പോയാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഭാര്യയിലെ ഭർത്താവ്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വളരെ സാധുവാണ്, ഒരു പാവം. ക്യാരക്ടറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കഥാഗതിയിലും പിന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭാര്യയില് ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന ഭാര്യയാണ്. രണ്ട് സിനിമയും ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു ടെൻഷനും പേടിയും ഒക്കെ വരും. ഇനി എന്നാൽ അതേപോലെ കുറച്ച് ഇന്നത്തെ കാലത്തുള്ള ആ ടെൻഷൻ നൽകുന്ന ഒരു പടമാണ് ആഭ്യന്തര കുറ്റവാളി. അത് ഡയറക്ടറോട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഇത് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ലൈഫിൽ ഒരു സഹദേവനെ കണ്ടിട്ടുണ്ടാവും, അത്രയും റിലേറ്റബിൾ ആണെന്ന്.